ഹായ് ഫ്രണ്ട്സ്, ഇതേ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആവും. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്കിന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വളരെ വിഗ്രസ് ആയിട്ട് ഫേസ് തുടയ്ക്കാണ്ടിരിക്കുക. അതായത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു ഫേസ് ടവൽ എന്തെങ്കിലും ഫേസിന് വേണ്ടി പ്രത്യേകം ഒരെണ്ണം മാറ്റി വെക്കുക കേട്ടോ. അതിട്ട് ഇങ്ങനെ വെള്ളം വെറുതെ ഒപ്പിയെടുക്കുക ചെയ്യാൻ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ വളരെ ശക്തിയായിട്ട് ഫേസ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്കിന്ന് പെട്ടെന്ന് ഡാമേജസ് ആവും, സ്കിൻ ബാരിയേഴ്സ് ഒക്കെ നശിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കും. കാരണം സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആവും, സ്കിന്നിലെ മോയ്സ്ചറൊക്കെ പോകും. അന്നേരം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും സ്കിന്നിന് പെട്ടെന്ന് ഏജ് ആവാനും സ്കിന്ന് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ പുറത്ത് ഇറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 4 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര SPF കൂടിയ സൺസ്ക്രീൻ ആണെങ്കിലും 4 hours മാത്രമേ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. 4 hours കഴിയുമ്പോഴത്തേക്ക് ഒന്ന് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് കേട്ടോ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് മാത്രം സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമില്ല, സ്കിന്നിനുള്ളിലേക്ക് നറിഷ്മെന്റ്സ് എത്തണം. അതായത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം എപ്പോഴും ബോഡി. അതിന് സ്കിൻ എപ്പോഴും സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ ഗുണകരമാണ്. അത് നമുക്ക് സ്കിൻ കെയറിന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഡൈജഷൻ നടക്കാനും ഉള്ളിലുള്ള എല്ലാ മെറ്റബോളിസംസും കൃത്യമായി നടക്കാനും ഒരു പരിധിവരെ അസുഖങ്ങൾ തടയുന്നതിനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനൊക്കെ തടയുന്നതിനായിട്ട് വെള്ളം കൂടി ഒരുപാട് സഹായിക്കുന്നു. പിന്നെ നമ്മൾ കിടക്കുമ്പോൾ വീക്കിലി വൺസ് എങ്കിലും കിടക്കവിരിയും പില്ലോ കവറും മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ തലയിൽ എണ്ണ വെക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ എണ്ണമയം പില്ലോ കവറിൽ പിടിച്ചിട്ട് നമ്മൾ മുഖം അമർത്തി കിടക്കുമ്പോൾ സ്കിൻസിൽ ആക്നീസും ഡാമേജസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ബൈ.